പ്രിയമുള്ളവരെ, സ്വാഗതം. മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ മനഃശാസ്ത്ര വിഭാഗം രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം എല്ലാ മനഃശാസ്ത്ര സംവാദങ്ങളിലും ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നതും എന്നാൽ ഏറ്റവും കുറച്ച് മാത്രം എഫക്റ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് തന്നെ നമ്മളത് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ക്ഷമയോടെ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത്രയ്ക്കും എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യുന്നതോടെയാണ്. നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നതിനുള്ള അടിസ്ഥാന കാരണവും ഞങ്ങൾ ഈ ജോലി സമയത്ത് ധാരാളം അനുഭവങ്ങൾ നമുക്ക് നേടേണ്ടി വരാറുണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പം അങ്ങനെയുള്ള ആ സമയത്തുണ്ടാവുന്ന നമ്മളുടെ വൈകാരികമായ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. വാസ്തവം പറഞ്ഞാൽ ഞാൻ മറ്റാരോടും അങ്ങനെ അധികം പറഞ്ഞ് എനിക്ക് മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രമേ അത് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ 1-2 സംഭവങ്ങളെങ്കിലും നമുക്കത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ മനഃപൂർവ്വം നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പോൾ ഞാൻ ജോലിയിൽ കയറിയിട്ട് എറണാകുളത്ത് നിന്ന്, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്, എറണാകുളത്ത് നിന്ന് ഒരു എൻജിൻ എടപ്പള്ളി സൈഡിലേക്ക് പോവുകയാണ്. എൻജിൻ മാത്രം ഒരു 8:30-9 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വളരെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് ഒരു മറവിൽ നിന്നുകൊണ്ടൊരു പയ്യൻ, അവനൊരു 16 വയസ്സൊക്കെ, അന്ന് 16 അത്ര വയസ്സല്ലേ, 17 വയസ്സൊക്കെ എനിക്ക് പരമാവധി കാണുന്നുള്ളൂ. ഒരു കാപ്പിപ്പൊടി ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നേരെ ട്രാക്കിലേക്ക് വന്ന് കിടക്കുകയാണ്. അത് ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ടും രാത്രിയൊക്കെ ആയതുകൊണ്ടും അവ്യക്തമായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്തോ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് താരയിൽ ഞാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ എൻജിൻ കയറി കഴിഞ്ഞു, ശരീരം പിടയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ ഇരുട്ടിലും നമ്മൾ ആ കാണുന്ന 1-2 ദൃശ്യങ്ങൾ, 1-2 നിമിഷങ്ങൾ വളരെ നമ്മളെ സങ്കോചപ്പെടുത്തിയതാണ്. മനസ്സിനെ വിറങ്ങലിച്ചു പോയ നിമിഷമാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പിറ്റേ ദിവസത്തെ പേപ്പറിലൊക്കെ നോക്കിയിട്ട് ഒന്നും തന്നെ അത് കണ്ടില്ല. കാരണം ഈ രാത്രിയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ പിറ്റേ ദിവസത്തെ പേപ്പറിലൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസത്തെ പേപ്പറിലായിരിക്കും അത് ന്യൂസായിട്ട് വരിക. പക്ഷെ അതിന് ആൾക്കാരാരെങ്കിലും കൊടുത്താൽ മാത്രമേ അല്ലെങ്കിൽ അത് വിഷയത്തിൽ വരുള്ളൂ. ആ സമയത്ത് എറണാകുളം ഭാഗത്തൊക്കെ ധാരാളം മരണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം കൂടി ആയതുകൊണ്ട് അത് ഒരാളുടെ പോലും ശ്രദ്ധയിൽപ്പെടാതെ ഇല്ലാതായി എന്നുള്ളതാണ്. ഞാനെപ്പോഴും ഇവരുടെ അച്ഛനമ്മമാരെ കുറിച്ചായിരിക്കും കൂടുതൽ ആലോചിക്കുക. 16 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടി ആലോചിച്ച് നോക്കുക, അത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് അങ്ങനെയൊക്കെയുള്ളൊരു കൃത്യത്തിനൊക്കെ തയ്യാറാവുക എന്ന് പറയുന്നതൊക്കെ ആലോചിച്ച് നോക്കുക. എന്നെ ഒരു 1-2 ആഴ്ചയോളം എന്നെ ഹോണ്ട് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ ജോലിയിൽ ഒന്നല്ല, എത്രയോ അനുഭവങ്ങൾ, കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഒരു വിശേഷ ദിവസത്തിൽ 3 ആത്മഹത്യകൾ വരെ എൻ്റെ വണ്ടിയിലുണ്ടായിട്ടുണ്ട്. അതൊരു ഈസ്റ്ററിൻ്റെ ദിവസം പകലുകൂടിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഇത്രയ്ക്ക് വളരെ ഗൗരവമുള്ള ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ മനഃശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാന കാരണവും അത് തന്നെയായിരുന്നു. ഇത്രയും കാര്യശേഷിയുള്ള അല്ലെങ്കിൽ അറിവുള്ള എന്ന് നമ്മൾ അഭിമാനിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി സ്വന്തം ജീവൻ എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിനുകൂടി എന്തുമാത്രം ശ്രമങ്ങൾ വേണമെന്നോ. ഇപ്പോൾ 1-2 വേറെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു 3 സംഭവങ്ങളെങ്കിലും ഇങ്ങനെ സ്ത്രീകൾ, ഏതാണ്ട് ഒരു 25-30 ആ റേഞ്ചിലുള്ള സ്ത്രീകളാണ്, പ്രായത്തിലുള്ള സ്ത്രീകളാണ്, വീട്ടിൽ നിന്നൊക്കെ വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ഓടി വന്ന് ട്രെയിൻ ടോപ്പിലേക്ക് ചാടുക. 3 കേസുകളെങ്കിലും എൻ്റെ ഓർമ്മയിലുണ്ടെന്നുള്ളതാണ്. അവിടെ 2 കാരണമാണ്. പ്രത്യക്ഷമായിട്ട് ഈ ട്രെയിൻ അടുത്തേറെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ അവരുടെ അടുത്തുണ്ടായിരുന്നു എന്നുള്ളതൊരു കാരണം കൂടിയാണ്. പിന്നെ അവരുടെ ഉള്ളിൽ വരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഓടി വന്നെടുത്ത് ചാടുന്നത്. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം,
ആ സമയത്ത് ഇവർക്ക് വളരെ അസാധാരണമായ ശക്തി ഉണ്ടെന്നുള്ളതാണ്. ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ്. ഒരു പെൺകുട്ടി സാധാരണ യാതൊരു പരിചയമില്ലാത്ത കളി ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ ഓടി വന്ന് അവരുടെ ആ ശ്രമത്തിൽ അവർ വിജയിക്കുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് പവർ അതിനു വേണ്ടി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നെയൊക്കെ ഉള്ള ചിന്തിപ്പിച്ച കാര്യമാണ്. ദൈവം ഇത്രയ്ക്കും വലിയ ശക്തിവിശേഷം ഇതിനകത്തൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ധാരാളം അനുഭവങ്ങൾ, ഒരു 10-35ഓളം സംഭവങ്ങൾ എൻ്റെ തന്നെ മുമ്പിൽ, എന്നുവെച്ചാൽ ഓരോ ലോക്കോ പൈലറ്റുമാരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് അവർ സാക്ഷിയാകേണ്ടി വരാറുണ്ടെന്നുള്ള ഒരു ദയനീയമായ സത്യം കൂടി നമ്മൾ ഓരോരുത്തരും അറിയണം. അവരുടെയൊക്കെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഒരു വലിഞ്ഞ മുറുകിയ ടെൻഷനോടുള്ള മുഖത്തോടെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങൾ അവരും എൻകൗണ്ടറായിട്ടുണ്ട്. അപ്പം എൻ്റെയൊക്കെ പ്രാർത്ഥന ഓരോ ട്രെയിൻ വരുമ്പോഴും ആരും ഇങ്ങനെയുള്ളൊരു മനോഭാവത്തോടെ നമ്മുടെ മുമ്പിലേക്ക് വരില്ലേ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ബാക്കിയുള്ള ജോലികളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ സഹിച്ചാൽ മതി. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും പിന്നീടുള്ള വർക്കിനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം കൂടിയാണ് ദയവ് ചെയ്ത് അവസാനം വരെ കാണാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ദീർഘമുണ്ട്, ആദ്യ കാലത്തുള്ള വീഡിയോസാണ്. അപ്പോൾ ആ വീഡിയോ കൂടി കാണണം. നമുക്കിപ്പോൾ ഇതിനകത്ത് എൻഡ് സ്ക്രീൻ കൊടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഇനി ചെയ്യുന്ന ഷോർട്ട് വീഡിയോയിൽ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഞാൻ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിന് പുതിയൊരു വീഡിയോനെ പരിചയപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ അതുകൂടി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മുടെ അധ്യാപകൻ പറഞ്ഞു തന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾ വളരെ ഗോപ്യമായ ഒരു തീരുമാനം മനസ്സിൻ്റെ ഉള്ളിലെടുക്കുന്നു എന്നുള്ളതാണ്. ആ ഗോപ്യമായ തീരുമാനം എന്ന് വെച്ചാൽ അത് സ്വകാര്യമായൊരു തീരുമാനമാണ്. അപ്പോൾ ആ സ്വകാര്യമായ തീരുമാനം അവരുടെ ഉള്ളിൽ വയ്ക്കുകയും അതിനെ ഇടയ്ക്കിടയ്ക്ക് അത് താലോലിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഈ സ്ട്രോക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രോക്ക് ബാങ്ക് എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകളെ നമ്മൾ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ സൂക്ഷിക്കുന്നു എന്നും, ആ സ്ട്രോക്ക് ബാങ്കാണ് നമ്മളെപ്പോഴും കൂടുതൽ ഉത്തേജനം നൽകുന്നതെന്നും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ, അല്ലെങ്കിൽ ഐ ലവ് യു, അല്ലെങ്കിൽ നിൻ്റെ പ്രവൃത്തി വളരെ നന്നായിരുന്നു, അല്ലെങ്കിൽ നീ വളരെ മിടുക്കനാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന നല്ല കോംപ്ലിമെൻറ്റുകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കോംപ്ലിമെൻറ്റുകൾ മനസ്സിൻ്റെ ഒരു കോണിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമെന്ന് പറയുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതെടുത്ത് ആലോചിക്കും, അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. ഇതേമാതിരി തന്നെയുള്ള ചെറുപ്പത്തിൽ ഓരോ വ്യക്തികളും അച്ഛനമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മറ്റുള്ളവരിൽ നിന്നോ കേൾക്കുന്ന ശാപവാക്കുകളോ തിക്ത അനുഭവങ്ങളോ ഒക്കെയാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിന് കാരണമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തിട്ട് അത് വളരെ ഗോപ്യമായിട്ട് മനസ്സിൻ്റെ, നമ്മൾ പറഞ്ഞല്ലോ ആ സ്ട്രോക്ക് സൂക്ഷിക്കുന്ന മാതിരി മറ്റൊരു കോണിൽ, ഒരുപക്ഷെ അല്ലെങ്കിൽ അവിടെ തന്നെ ആയിരിക്കാം. ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളറകളെ കുറിച്ചൊന്നും നമുക്കൊന്നും അറിയാൻ കഴിയില്ലല്ലോ, അതിൻ്റെയൊക്കെ അടിയിലായിരിക്കാം. പക്ഷെ അത് എപ്പോഴും ഉള്ളിലാണ്, ഗോപ്യമായിട്ടാണ് സൂക്ഷിക്കുന്നതെന്നാണ് സാർ വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞത്. അപ്പം അങ്ങനെ സൂക്ഷിക്കുകയും അവയെ എടുത്തെടുത്ത് താലോലിക്കുകയും, എന്ന് വെച്ചാൽ അവരുടെ മുൻപിൽ അതുപോലെയുള്ള മറ്റനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർ ഇതെൻ്റെ അനുഭവമാണല്ലോ, എനിക്കങ്ങനെ ആവാലോ എന്നുള്ള രീതിയിൽ അതിനെ പരിപോഷിക്കുകയാണെന്നുള്ളതാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വിത്ത് മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ സൂക്ഷിക്കുകയാണ്. എന്നിട്ട് അനുകൂലമായ സാഹചര്യങ്ങളിൽ ആ വിത്ത് വളരുകയാണ്. അങ്ങനെ വളർന്ന് അപ്പോൾ ആദ്യം അതിന് അത്ര ബലം ഉണ്ടാവില്ല, പക്ഷെ പിന്നീട് അത് നമ്മൾ ഓവർ പവർ ചെയ്യുകയാണ്. അപ്പം അതിന് വളർച്ചയ്ക്ക് വേണ്ട ഇന്ധനം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നു എന്നുള്ളത് വഴി മനസ്സിലാക്കുക. അപ്പോൾ പിന്നീടുള്ള അനുഭവത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സാംശീകരിച്ച് അത് തന്നെയാണ് എൻ്റെ തീരുമാനം ശരിയാക്കുന്ന വിധത്തിലാണ് എന്നുള്ള രീതിയിൽ കണ്ടെത്തുകയും അതിനെ വളർത്തി വലുതാക്കി നമ്മെ ഓവർ പവർ ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മളെക്കാളും വളർന്നു കഴിഞ്ഞാൽ അയാൾ നിർബാധം ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്.
അങ്ങനെയാണ് ആ ഒരു മനഃശാസ്ത്രത്തിനകത്തുള്ള ക്ലാസ്സിലൂടെ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. ഓരോ മനസ്സിനകത്തും അത് ഗോപ്യമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ എടുത്തു പറഞ്ഞ കാര്യമാണ്. പിന്നെ ഞങ്ങൾ കൗൺസിലിങ്ങിനകത്തും വളരെയേറെ പ്രാവശ്യം ഇതേപ്പറ്റിയൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം മനസ്സിലാക്കിയിട്ടുള്ള വിവരം, ഈ ഓരോ കൗൺസിലിങ്ങിൽ ധാരാളം ചോദ്യോത്തരങ്ങളൊക്കെ അവർ ആൻസർ ചെയ്യാനൊക്കെ പറയും നമ്മളെ കൊണ്ടൊക്കെ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇടപെട്ടുള്ള 1-2 ചോദ്യങ്ങൾ, 3-4 ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന് സ്ഥാപിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഏതാണ്ട് ഒരു 45% തന്നെയാണ്. അത്രയും ശതമാനം ആളുകളിലും ആത്മഹത്യാ പ്രവണത ഒരിക്കലെങ്കിൽ മറ്റൊരിക്കൽ നിലനിൽക്കുന്നുണ്ടെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ആ 45 എന്ന് പറയുന്നത് 50 ആക്കി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, നമ്മളെ ആളുകളിൽ 50% പേരും ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് തീരുമാനം എടുത്തിട്ടുള്ളവരാണ്, തീരുമാനമുള്ളവരാണ്, പറയാൻ തയ്യാറാവുന്നവരാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഉള്ളിലും അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? ഒരു താല്പര്യം നിലനിൽക്കുന്നുണ്ടോ? ഒരിക്കൽ പോലും ഈ ജീവിതം മതിയായി, ഞാൻ മതിയാക്കുകയാണ്, എനിക്കിനി ജീവിതം വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചാവും, അപ്പം അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും അങ്ങനെയുള്ള ആ ഒരു വിഷബീജം എപ്പോഴോ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയുക. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ, ആൾമോസ്റ്റ് ഒരു 2 വയസ്സോ 1.5 അതിനൊക്കെ മുൻപുള്ള സമയങ്ങളിൽ അച്ഛനമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മൾ കൂടുതൽ ആരാണോ നമ്മൾ ആ സമയത്ത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അവരിൽ നിന്നോ ഉണ്ടായ തിക്താനുഭവങ്ങളാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് ഒരു കുട്ടി എത്തിച്ചേരുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് നമ്മളെ നോക്കിക്കൊണ്ടിരുന്ന മുതിർന്നവർ, അവരിതുപോലെ എന്തുമാത്രം ബുദ്ധിമുട്ടേറെ സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യങ്ങൾ കടന്നുപോയി, അതുകൊണ്ട് ആ തിക്താനുഭവം മുതൽ നിങ്ങൾക്കൊരു തെറ്റായ തീരുമാനം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മുതിർന്നവർക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആ തീരുമാനം ഡിഫ്യൂസ് ചെയ്യുക, തീരുമാനം മായ്ച്ചു കളയുക, ആ തീരുമാനം വേണ്ട എന്ന് വയ്ക്കുക. അതിനൊന്ന് കാരണമെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ ഓരോ പ്രവൃത്തികളും തീരുമാനങ്ങളിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾ വാക്ക് ഓർമ്മിക്കുക, ഓരോ പ്രവൃത്തികളും തീരുമാനങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ നമ്മൾ തെറ്റായ ഒരു തീരുമാനം അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയുള്ള അടുത്ത നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം പുതിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ആ പുതിയ തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കുക, അത് ഞാൻ ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നെങ്കിലും ഒരു പേപ്പറിൽ എഴുതുക. ഞാൻ മുമ്പ് ഇങ്ങനെ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഒരാളാണ്, ഞാനിപ്പോൾ ഇന്ന് മുതൽ ആ തീരുമാനം മാറ്റുന്നു. അങ്ങനെ നമ്മൾ തന്നെ 2-3 പ്രാവശ്യം എഴുതിയിട്ട് അത് തന്നെ നമ്മൾ തന്നെ വായിക്കാം. ഇത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ഏറ്റവും അടുത്ത ബന്ധുവിനോടോ ഈ കാര്യം പറയുക. ഞാനിങ്ങനെ ഒരു തീരുമാനം മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ്, പക്ഷെ എൻ്റെ പുതിയ അറിവ് പ്രകാരം ഞാനത് വേണ്ടെന്ന് വയ്ക്കുകയാണ്, അത് ഞാൻ നിങ്ങളോട് പറയുക കൂടിയാണ് എന്നും കൂടി പറയണം. അങ്ങനെ നമ്മൾ മറ്റൊരാളോട് കമ്മിറ്റ് ചെയ്യണം. അങ്ങനെ കമ്മിറ്റ് ചെയ്താൽ നമുക്ക് ആ തീരുമാനത്തിൽ നിന്നും മാറി വരാൻ വേണ്ടി കഴിയും. അതല്ലാതെ ശരി ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ അത് ഞാൻ തീരുമാനിക്കാം എന്നുള്ളൊരു ഭാവം നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ആ തെറ്റിലേക്ക് പോവുകയാണെന്ന് തിരിച്ചറിയണം. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ഇതുപോലെയുള്ള കൗൺസിലിങ്ങിലോ മറ്റു കാര്യങ്ങളിലേക്കോ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അനൗൺസ് ചെയ്യുക, ഞാനിങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പം ഞാൻ അതിൽ നിന്ന് മാറി എന്ന് നിങ്ങൾ പറയുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾക്കാൻ തയ്യാറാണ്. എൻ്റെ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ആ തീരുമാനത്തെ ഏറ്റവും സന്തോഷത്തോടെ കേൾക്കാൻ തയ്യാറാവും എന്നുകൂടി ഞാൻ പറയുകയാണ്. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിടറുകയാണ്. കാരണം
ധാരാളം അനുഭവങ്ങൾ നമ്മൾ ആ വഴിക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഭാവങ്ങൾ കൂടി ഇതിലേക്ക് വരുന്നതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് മനസ്സിലാകുന്നത് മുമ്പ് സംഭവിക്കുന്ന അതേമാതിരി തന്നെ എനിക്ക് ദുഃഖകരമായ ഒരു അവസ്ഥാവിശേഷമാണ് അത് ഉണ്ടാക്കുക എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഓരോ വ്യക്തികളും തിരിച്ചറിയണം. എൻ്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ അനിയന്മാരെ, ചേട്ടന്മാരെ. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ മകൻ്റെ ആത്മഹത്യമായിട്ട് എന്തോരം ബുദ്ധിമുട്ടിയെന്നറിയും. അതിന് ബോഡി തിരിച്ചറിയുക, ബോഡി ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ അതിനോടൊപ്പം തന്നെ കുറേ സമയം ചെലവഴിക്കുക, പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കുന്നത് വരെ അതിൻ്റെ ഒപ്പം നിൽക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മളുണ്ടാവുന്ന വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് ആ സമയത്ത് ഒന്ന് ഉറക്കെ പൊട്ടിക്കറിയാൻ പോലും ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിൽ വീണ്ടും അത് ദുഃഖമായിട്ട് തന്നെ അടിഞ്ഞുകൂടി എന്നുള്ളതാണ്. ഇതേപോലെ ഓരോ അച്ഛനമ്മമാരും അല്ലെങ്കിൽ ബന്ധുക്കളും ആ ദിവസം എന്തുമാത്രം ബുദ്ധിമുട്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ടാവും. അപ്പം ഇപ്പം മരിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് അയാൾ ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതോ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചുറ്റുപാടുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തോരം ദുഃഖം അനുഭവിക്കണം. നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും ദുഃഖം സമ്മാനിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളൊരു പുതിയ തീരുമാനത്തിൽ എത്തണം എന്നുകൂടി ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഇനി ഒരു കുട്ടി ഇതിലേക്ക് ഈ തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്ന കുറച്ച് സാഹചര്യങ്ങൾ കൂടി പറയുകയാണ്. ഇപ്പം ആ കാരണമായിട്ട് വളരെയേറെ തല്ല് കിട്ടുക, ശിക്ഷ കിട്ടുക, അല്ലെങ്കിൽ ഈ കുട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിന് വേണ്ട വിധത്തിലുള്ള പരിചരണങ്ങൾ കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ അച്ഛനമ്മമാർ അകന്നിരിക്കുക, അല്ലെങ്കിൽ അച്ഛനമ്മമാർ അടുത്തുണ്ടാവാതിരിക്കുക, ഇങ്ങനെ എത്രയോ കാരണങ്ങൾ മൂലം ആ കുട്ടിക്ക് അതിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ കഴിയേണ്ട ആ സമയത്ത് അങ്ങനെ കഴിയാൻ പറ്റാതെ വരുന്നു. ഇപ്പം അമ്മമാരൊക്കെ രോഗകാരണം മൂലം അവർക്ക് ഹോസ്പിറ്റലൈസ് കഴിയേണ്ടി വരികയാണ്. 6 മാസമൊക്കെ പ്രായമുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയും സമയം അമ്മമാരൊക്കെ അകന്ന് നിൽക്കുമ്പോൾ ഈ കുട്ടി ഉണ്ടാവുന്ന വിചാരം എന്നെ അവരുപേക്ഷിച്ചു എന്നുള്ള ഒരു അവസ്ഥയാണ്. എന്നെ അച്ഛനമ്മമാർക്കൊന്നും വേണ്ട എന്നുള്ളൊരു അനുഭവമാണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ അതേപോലെയുള്ള തിക്താനുഭവങ്ങൾ കുട്ടി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കുട്ടിയോട് നേരെ ഏറ്റവും മോശമായ വാക്കുകൾ പറയുന്നു, അതിൻ്റെ നേരെ വളരെ ക്രൂരമായിട്ട് അധിക്ഷേപിക്കുന്നു, ക്രൂരമായിട്ട് ശിക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികളിലാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ കാലത്തെ സാഹചര്യങ്ങളായിരുന്നു, അനുഭവങ്ങളായിരുന്നു, അത് നല്ലതായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ അറിവ് വെച്ചിട്ടൊരു പുനരവലോകനം ചെയ്യണം. അങ്ങനെ അന്നത്തെ കാലത്ത് അത് അങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുക. അതൊരു മോശപ്പെട്ട കാലഘട്ടമായിരുന്നു. ആ മോശപ്പെട്ട കാലഘട്ടത്തിലൂടെ വളർന്നു വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമുണ്ടായത്. ഞാൻ ഇനി അത് മാറ്റാം, ശരി, ഞാനത് തിരിച്ചറിയുന്നു, എനിക്ക് ഇനിയും ജീവിക്കാം, ഇനിയും ധാരാളം അനുഭവങ്ങൾ, ധാരാളം ലോകത്തുള്ള മറ്റു കാര്യങ്ങളെല്ലാം അറിയാനും. വളരെ നല്ലതല്ല നമ്മുടെ ജീവിതം. ഞാനിപ്പോൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കണേ? ഓരോരുത്തരും ജീവിതത്തെ കാണുന്ന ഓരോ വിധത്തിലാണ്. ചിലർക്ക് ഭാരം മാതിരിയാണ്, ചിലർക്ക് സന്തോഷമാണ്, ചിലർക്ക് സങ്കടമാണ്. ഞാൻ നോക്കിയിട്ട് ജീവിതം അനുഭവങ്ങളുടെ കൂടി ഒരു വലിയ കലവറയാണ്. അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. കുറച്ച് ആധ്യാത്മികമായി പറയുകയാണെങ്കിൽ പ്രാരാബ്ധം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇന്നലകളെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ച് കടന്നുകൂടിയേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്ത് വിശ്വാസമായാലും ജീവിതം ജീവിച്ചു തീർക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അവർക്ക് ആ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തിട്ടുള്ളവർ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ആ ഒരു മനസ്സിൻ്റെ അടിയിൽ ഗോപ്യമായ ആ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ല. പക്ഷെ ആ തീരുമാനം ഉണ്ടെങ്കിൽ നമ്മളുടെ ഭാവി ജീവിതത്തിൽ, ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ആ കഷ്ടങ്ങൾ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ള കാര്യം. ജീവിക്കാൻ പറ്റാതെ വരിക, വീണ്ടും അപമാനത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഭയങ്കര സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക, ഭയങ്കര കടങ്ങളൊക്കെ വന്ന് മുന്നോട്ട് പോകാൻ വരിക, രോഗം മൂലമൊക്കെ നമുക്ക് ജീവിതം വേണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ട് കഷ്ടമെന്ന് തോന്നും.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ഈ ഗോപ്യമായ തീരുമാനത്തിന് ബലം വയ്ക്കുകയാണ്, ബലം കൊടുക്കുകയാണ്. പിന്നെ സംഭവിക്കുന്നത് നമ്മൾ ഭാഗ്യമായ ലോകത്തിൽ നിന്ന് മുങ്ങിയിട്ട് നമ്മുടെ ഈ തീരുമാനപ്രകാരം, അതായത് മനസ്സിൻ്റെ പുറമേ ഒന്നും നമ്മൾ കാണിക്കില്ല, ഗോപ്യമായ തീരുമാനമായതുകൊണ്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയിട്ട് പുറത്തേക്ക് ചാടുകയാണ്. പുറത്തേക്ക് ചാടുക എന്ന് വെച്ചാൽ ആ തീരുമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന വഴി ഇന്ന രീതിയിൽ ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന്. ആ തീരുമാനം നടപ്പിലാക്കും. അപ്പോൾ ഈ തീരുമാനം നടപ്പിലാക്കാൻ പിന്നെ സൈക്കോളജിക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന് വളരെ നേരിട്ടുള്ളൊരു വശം, രണ്ടാമത് മറച്ചു വച്ചിരിക്കുന്നൊരു വശം. ഓവർട്ട് ആൻഡ് കവർട്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഈ കവർട്ട് ഡിസിഷൻ ഉള്ള ആളുകളാണ്. അതായത് സസ്പെൻസിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അത്ഭുതപ്പെടുത്തുന്നവർ ഓരോരോ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെയും കൂടി ഭാഗമാണെന്ന് തിരിച്ചറിയുക. സോ നമ്മളെപ്പോഴും പ്ലെയിൻ ആയിരിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുക, ഒന്നും മറച്ചു വയ്ക്കാതിരിക്കുക. ഞാനിങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള കാര്യം തുറസായിട്ട് പറയുക. അങ്ങനെ മറ്റുള്ള ആൾക്കാരെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ദുരൂഹതയെല്ലാം മാറും. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഒരു ദുരൂഹത നിലനിർത്തുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ദുരൂഹതയിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ എന്ന വാക്ക്, മേക്ക് യുവർ ലൈഫ് സിമ്പിൾ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഡോണ്ട് കൺഫ്യൂസ് എന്നർത്ഥം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല, പഴയ ആളുകൾ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ നമുക്ക് ആവർത്തിക്കാനുള്ളൂ. സോ ബി സിമ്പിൾ. അപ്പോൾ അത് പ്രകാരം നമ്മളുടെ തീരുമാനങ്ങളെല്ലാം മുമ്പേ പ്രഖ്യാപിച്ച് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പകരം നമ്മൾ വളരെ സസ്പെൻസ് വഴി നിലനിർത്താനായിട്ടൊക്കെ പലരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ സസ്പെൻസിൻ്റെ ഭാഗമായിട്ട് ഇതും വരും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. ഇപ്പോൾ ധാരാളം സിനിമകളിലൊക്കെ ഈ സസ്പെൻസിനൊക്കെ വളരെ വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ആ ക്രിയേറ്റീവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ അത്ര സസ്പെൻസ് ഒന്നും വേണ്ട എന്നും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ബാഹ്യമായിട്ട് ഒരു അറിയിപ്പും കൊടുക്കാതെ അവർ എന്താണ് പഠിച്ചു വച്ചിരിക്കുന്നത് ആ തീരുമാനത്തിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കവർട്ടായിട്ടുള്ള ആ ഡിസിഷൻ 2-3 വിധത്തിലായിരിക്കും നടപ്പിലാക്കുക. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ സാഹസികമായ വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ആ സാഹസികമായ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ, അവിടെ നമുക്ക് അബദ്ധം പറ്റിയ മാതിരി നമുക്ക് മരണത്തിലേക്ക് മാറാം. വലിയ വലിയ തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോഴൊക്കെ ഈ കാഴ്ചകൾ കാണാനൊക്കെ പോകുമല്ലോ, വലിയ മലകളും അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ വളരെ അപകടകരമായ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പിടച്ചു കയറുന്നുള്ളതാണ് ഇങ്ങനത്തെ ആളുകൾ. കാരണം എന്താ, അവിടെ ഒരു വീഴ്ച പറ്റിയാലും നമ്മുടെ ആവശ്യം നടക്കുമല്ലോ. അങ്ങനെ അതേമാതിരി വളരെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ ഈ തീരുമാനങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇതുപോലെ തന്നെ അവർ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അപകടത്തിലൂടെ അല്ല മരിച്ചത്. അപ്പോൾ അയാൾക്ക് ഒരു ബാഹ്യമായ ഒരു ന്യായീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തീരുമാനം എടുക്കുന്നത് എന്നർത്ഥം. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിശ്ചയമായിട്ടും അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു തീരുമാനം ഗോപ്യമായിട്ട് വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ആ അതിസാഹസികമായ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഈ ലൈൻ കമ്പിയിലൊക്കെ എത്രയോ ആളുകൾ പോയിട്ട് ഷോക്കേറ്റ് മരിക്കാനുള്ള കാരണമാകുന്നു. അതറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, സംഭവിച്ചാലും തെറ്റില്ല എന്ന് പറഞ്ഞ് അവർ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ കടലിൻ്റെ ഭാഗത്തേക്ക് പോകരുത് എന്നുള്ള ധാരാളം വാണിംഗ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് കടന്നു പോകുന്ന ചെറുപ്പക്കാർ, പിന്നെ ഇപ്പോൾ ഓരോരോ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ പോകല്ലേ 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 എന്നൊക്കെ. എവിടെ അങ്ങനെ അപകടകരമായ രീതിയിൽ മരിക്കുന്ന ആളുകളെല്ലാം ആത്മഹത്യാ പ്രവണത മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും എന്നുകൂടി നമ്മൾ അറിയണം. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലാബിലൊക്കെ ഒരു സംഭവം അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഒരു +2 കുട്ടി, എൻ്റെ ഞാൻ വായിച്ചുള്ള അറിവുണ്ട്, +2 കുട്ടിക്ക് ഈ ലാബിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ ഒരു ഇത് ചെയ്യുമ്പോൾ അതിൽ കണ്ട ഒരു സംയുക്തം ഒരു വിരൽ കൊണ്ടെടുത്തിട്ട് വായിൽ തൊട്ട് നോക്കി. വളരെ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ കെമിക്കൽ സബ്സ്റ്റൻസ് ഒന്നും നമുക്ക് പരിധിക്കുള്ളിൽ മണക്കുകയോ അത് ടേസ്റ്റ് നോക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് 100 വട്ടം പറയുന്നുണ്ട്. ഒരു കൗതുകത്തിൻ്റെ പേരിൽ പോയി ഒന്ന് തൊട്ട് നോക്കുകയാണ്. ഈ പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ സയനൈഡ് മാതിരിയുള്ള എന്തോ ഒരു വിഷപദാർത്ഥമായിരുന്നു. അപ്പം തന്നെ ആ പെൺകുട്ടി മരിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക അതിനെ, അതായത് പ്രത്യക്ഷത്തിൽ വളരെ ലളിതമെന്ന് തോന്നിക്കും എങ്കിൽ പോലും വളരെ ഭാരകമായ സ്വഭാവമുള്ള വസ്തുക്കളുമായിട്ട് നമ്മൾ
അടുപ്പം പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആത്മഹത്യാപരമായ ഒരു താല്പര്യം ഉണ്ടായിരിക്കും എന്നുകൂടി തിരിച്ചറിയുക. അപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഇങ്ങനെയുള്ളൊരു താല്പര്യം ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ സ്വയം തിരിച്ചറിയണം. അപ്പോൾ ഈ എല്ലാ മരണങ്ങളും നമുക്ക് പ്രത്യക്ഷമായിട്ട് അത് മരണങ്ങൾ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് മറ്റുള്ളവർക്ക് പറയാമെങ്കിലും ഈ മനഃശാസ്ത്രം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ തിക്തകരമായ 1-2 സംഭവങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇനി മനസ്സിൻ്റെ ഇങ്ങനെയുള്ള കൗതുകങ്ങളിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഗോപ്യമായ വശങ്ങളിൽ ഉണ്ടാകുന്ന മറ്റ് മാനസിക ഭാവങ്ങളിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പോൾ അത് ദീർഘമായിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ സബ്ജക്റ്റിന് വേണ്ടിയായിരുന്നു എന്ന് എഴുതി ക്ഷമിക്കുക. നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു വിളി, അങ്ങനെയുള്ള ആളുകളുടെ ഒരു വിളി കേൾക്കാൻ കൂടി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു മൈ ഡിയേഴ്സ്, താങ്ക് യു.